കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കനത്ത മഴയാണ് കണ്ണൂർ, വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലക്കോട് മുക്കടയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായ സംശയമുണ്ട്. പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കോട്ടംചെരുവ് സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. കാർത്തികപുരത്ത് അതിശക്തമായ കുത്തൊഴുക്കിൽ മണക്കടവ് പാലം മുങ്ങിയെന്നാണ് വിവരം. കുത്തൊഴുക്കിൽ മരത്തടി കൈവരിയിലിടിച്ച് ആനയടി പാലം തകർന്നു. കൊടിയേരി മൂഴിക്കരയിൽ വീട്ടുമതിലും കിണറും തകർന്നു. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ പാൽച്ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അവിടെ മണ്ണിടിച്ചിലുണ്ട്, വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ആലക്കോട് മേഖലയിലൊക്കെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണൂരിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലാകെ ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തുകയും ചെയ്തും തോടുകളുടെ ഒക്കെ കരയിൽ താമസിക്കുന്നവർക്ക് വലിയ പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർജുൻ, എന്താണ് ജില്ലയിൽ ഇപ്പോൾ ഒരു മേഖലയിൽ എന്നില്ലാത്ത തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുകയാണോ? തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ പെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോട് ഉദയഗിരി പ്രദേശത്താണ്. ഈ പ്രദേശത്ത് നമുക്ക് അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇപ്പോഴും ഇവിടെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന താളിപ്പാറ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു പാലം അപ്പാടെ തന്നെ ഇപ്പോൾ മഴയത്ത് മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പ്രദേശത്ത് നമ്മൾ അല്പസമയം മുമ്പ്, അതായത് ഒരു 10-15 മിനിറ്റ് മുമ്പ് ലൈവ് നൽകുമ്പോൾ ഏകദേശം ഒരു 4 അടി അപ്പുറത്ത് നിന്നാണ് ലൈവ് നൽകിയിരുന്നത്. ആ സമയത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഉയർന്ന് റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് മഴവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്ക് കൂടിയിരിക്കുന്നു, ശക്തി കൂടിയിരിക്കുന്നു, അതിൻ്റെ അളവ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന താളിപ്പാറ മേഖലയിൽ ആ പറയുന്ന പ്രദേശത്തൊക്കെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഭാഗത്തുള്ള മണ്ണുൾപ്പെടെ ഒലിച്ചു പോവുകയാണ്. ഈ പറയുന്ന പുഴ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയൊരു ജലാശയം ഒഴുകുന്നതിൻ്റെ തൊട്ട് വശങ്ങളിലുള്ള മണ്ണുകൾ അപ്പാടെ തന്നെ ഇടിഞ്ഞ് ഈ പറയുന്ന ജലാശയത്തിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ താളിപ്പാറ മേഖലയിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ കർണാടക വനത്തിൽ ഉൾപ്പെടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആ അർത്ഥത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സജ്ജമാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ മറുവശത്തേക്ക് പോകാൻ വേണ്ടി കഴിയാതെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്രയോ ദൂരത്ത് ഈ വാഹനങ്ങളെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ചേട്ടനുണ്ട്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ശരിക്കും ആശങ്കപ്പെടുന്നുണ്ട്. 10-40 വർഷമായിട്ട് ആദ്യമായിട്ട് ഇത്ര സംഭവം ഉണ്ടാകുന്നത്. എനിക്കൊരു 45-50 വർഷം പരിചയമുണ്ട് ഇവിടെ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്? ഇവിടെ അടുത്ത് തന്നെയാണ്, ഉദയഗിരി ടൗണിൽ തന്നെയാണ് വീട്. അപ്പുറം സ്ഥലമുണ്ട്, ടൗണിലാണ് വീട്. സത്യം പറഞ്ഞാൽ ഈ പാലം അപ്പാടെ തന്നെ മുങ്ങിപ്പോയി. പാലം മുങ്ങിയിട്ടുള്ള ഇത്രയും വെള്ളം ഇവരെ കേട്ടിട്ടില്ല. നേരത്തെ ചെറിയ തോതിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ വെള്ളം കയറിയിട്ടില്ല. മഴയത്തും ഇങ്ങനെ ഇത്രയും ശക്തമായ രീതിയിൽ ഇല്ല, ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ മണിക്കൂറുകളായി ഈ തരത്തിൽ വെള്ളം ഇവിടെ ഒഴുകി ഒരു 3-4 മണിക്കൂറായി ഇപ്പം വെള്ളം കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കൊന്ന് കുറഞ്ഞു, ഇപ്പം വീണ്ടും കൂടുകയാണ്. മഴക്കൊരു ശമനവും ഇല്ല, ശമനമില്ല. മഴ ഇപ്പം നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മലയ്ക്കൊക്കെ 1-2 സ്ഥലങ്ങളിൽ കെട്ടിടിഞ്ഞിട്ടുണ്ട്. കെട്ടിടിഞ്ഞിട്ട് ആ വെള്ളം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു പേടിപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ മറുവശത്തേക്ക് പോകാൻ വേണ്ടി പോകാൻ കഴിയില്ല. അപ്പുറത്ത് വഴി അവിടെയും ബ്ലോക്കാണ്. മറുവശത്ത് കുറച്ച് ആളുകളൊക്കെ അങ്ങനെ അവരുടെ വീടുകളിൽ തന്നെയാണ് ഇപ്പൊ താമസിക്കുന്നത്, മനസ്സിലാവുന്നു. അവർക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ അപ്പുറത്ത് ബ്ലോക്ക് ആയിട്ടുള്ള മറ്റു വഴികളൊന്നുമില്ല. ഇപ്പൊ വഴിയില്ല. അപ്പുറത്ത് ഒരു വഴിയോട് അറിഞ്ഞിരിക്കുകയാണ്. ഈ മരം വീണും അവരുടെ പാലത്തെ വെള്ളം കയറിയിട്ടും അറിഞ്ഞിരിക്കുകയുള്ളത്. എന്തായാലും അത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ. 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീടിന്റെ അകത്ത് മുഴുവൻ വെള്ളം കയറി. ഒരു വീടിന്റെ മതിലെല്ലാം കൂടെ മൊത്തം വീട്ടിലെ സാധനങ്ങളെല്ലാം പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നുണ്ട് അല്ലെ ഈ സാഹചര്യത്തിൽ. ഭയങ്കര ആളും അവിടെ കൂടിക്കൊണ്ടിരിക്കുക. അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു വീട് എവിടെയാ? അവിടെ തന്നെയാ, 1 കിലോമീറ്റർ. വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട് ഇതിന് അക്കരെയാണ്. ഇവിടുന്ന് പോകാൻ ഈ വഴിയേ ഉള്ളൂ നിലവിൽ. ക്രമാനുഗതമായിട്ട് വെള്ളം കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഓരോ മിനിറ്റുകളും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. ഇപ്പോൾ പോലും ഈ പറയുന്ന പാലത്തിൻ്റെ ദൃശ്യം നമ്മൾ ക്യാമറയിൽ നമുക്കത് എത്രത്തോളം കാണാൻ വേണ്ടി കഴിയുന്നു എന്നറിയില്ല. പക്ഷേ ഈ പാലത്തിൻ്റെ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുമ്പോൾ മനസ്സിലാകുന്നത് പാലം പൂർണ്ണമായും അല്ലെങ്കിൽ അത്രയും ശക്തമായ രീതിയിലുള്ള കുത്തൊഴുക്കാണ് ഇവിടെ ഉള്ളത് എന്ന രീതിയിലാണ്. എന്തായാലും അതിശക്തമായ രീതിയിൽ കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ
അത് ഈ പറയുന്ന മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോടാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ 4ഓളം ചെറുപാലങ്ങൾ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊട്ടിയൂർ, അമ്പായത്തോട്, ആറളം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ബാവലിപ്പുഴയിൽ ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. 11, 13 ബ്ലോക്കുകൾ ആറളം ഫാമിലെ അവിടെ നിന്ന് ആളുകളെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വട്ട്യാന്തോട്, മാട്ടറ, കാലാങ്കി തുടങ്ങിയിട്ടുള്ള മലയോര പ്രദേശങ്ങളിലെല്ലാം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു, മണ്ണിടിച്ചിലുണ്ടാവുന്നു, ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള ഒഴുക്കുണ്ടാവുന്നു. കർണാടക വനത്തിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടലിന് സമാനമായ അല്ലെങ്കിൽ സംശയിക്കാവുന്ന തരത്തിലാണ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാമുള്ള കുത്തൊഴുക്ക് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാത, അത് പാൽച്ചുരം വഴിയുള്ള പാത, ആ പാത പൂർണ്ണമായും ഗതാഗതം നിരോധിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് അത് മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ താളിപ്പാറ പ്രദേശത്ത്, ഉദയഗിരി താളിപ്പാറ പ്രദേശത്തും അതിശക്തമായ മഴ ഈ സമയത്തും തുടരുകയാണ്. ഇപ്പോഴും ഒരു ശമനം ഉണ്ടാവുന്നില്ല. അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്, ആകുലപ്പെടുത്തുന്നുണ്ട്. പ്രദേശവാസികളെല്ലാം തന്നെ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുമുണ്ട്. വലിയ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ കണ്ണൂരിൽ ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി തന്നെ പെയ്യുന്ന മഴ ഇപ്പോഴും ശമനമില്ലാതെ തന്നെ തുടരുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും മഴ ശമനമില്ലാതെ തുടരുന്നു കണ്ണൂരിൽ എന്നുള്ളതാണ്. ഒപ്പം കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയെന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ഈ പുഴകളിലേക്കൊക്കെ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ കണ്ണൂരിന്റെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുകയാണ്.